കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നവംബർ 17, 2024 എന്ന മാസം എന്ന ദിവസം നമ്മൾ സഭായോഗമായി ഭവനാങ്കണത്തിൽ ഞങ്ങളായിരിക്കുന്നു. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്നുള്ള വചനപ്രകാരം കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്, വചനമുണ്ട്. സ്തോത്രം. അങ്ങനെ ദൈവസന്നിധിയിൽ കർത്താവ് കൂടി വരുവാൻ നമുക്ക് കൃപ നൽകി. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞു പോയ ദിവസങ്ങൾ നവംബർ മാസത്തിൻ്റെ ഈ 17-ാം തീയതി കാണാതെ എത്ര പേര് പോയി? 16 അർദ്ധരാത്രി കഴിഞ്ഞിട്ട് എത്ര പേര് പോയി ലോകത്തുനിന്ന്? 17 കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ 2025 തികയ്ക്കാൻ കഴിയുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? എത്രയോ ജനകോടികൾ 2025 കാണാൻ കഴിയാതെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട്. നമ്മളിത് ചിന്തിക്കാറില്ല. നമുക്ക് 3 നേരം ഭക്ഷണം കിട്ടുന്നതുകൊണ്ട് നമ്മൾ പട്ടിച്ചിങ്ങനെ സന്തോഷിച്ചിങ്ങനെ കഴിയുക. ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പണ്ട് കാലവച്ചൻ പറഞ്ഞ പോലെ നമ്മൾ മരിക്കുന്നതും നമ്മുടെ ഡെഡ് ബോഡി എടുത്ത് വയ്ക്കാൻ പെട്ടിക്ക് ഓർഡർ ചെയ്ത് പെട്ടിയുടെ പുറകെ ഓടുന്നതും, കുഴിവെട്ടാൻ ഓടുന്നതും, അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാർ കിടന്ന് ഓടുന്നതും ഒക്കെ ഒന്ന് കാണുന്നത് നല്ലതാണ്. കുറേ വിനയവും കുറേ സൗമ്യതയും ഒക്കെ നമുക്കുണ്ടാകും. മരണമെന്ന പ്രതിഭാസം ഏതൊരു മനുഷ്യനെയും അതിൻ്റെ സമയമാകുമ്പോൾ കടന്നു പിടിക്കും. രക്ഷപ്പെടാൻ ആർക്കും കഴിയില്ല. ഒരു ചക്രവർത്തിക്കും കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല. ട്രംപ് ആകട്ടെ, പുടിനാകട്ടെ, മക്രോൺ ആകട്ടെ, ഏത് മഹാനായിക്കൊള്ളട്ടെ, മരണമെന്ന പ്രതിഭാസത്തിൻ്റെ മുൻപാകെ മാടി വിളിക്കുമ്പോൾ കീഴടങ്ങാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. ലോകത്തെ കിടുകിടാ വിറപ്പിച്ച ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ്. ഫിലിപ്പ് രാജാവിൻ്റെ അരുമസന്താനം അലക്സാണ്ടർ ചക്രവർത്തി. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുവാൻ വ്യാമോഹത്തോടെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ആ മഹാമനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ ചരിത്ര പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടത്. മഹാസമുദ്രമേ, നീ ഒരു സൈന്യമായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും കീഴടക്കുമായിരുന്നു. എന്നിട്ടോ പുള്ളി മരണത്തിന് കീഴടങ്ങി. 33 വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ശവപ്പെട്ടിക്ക് 2 കിഴുത്തയിട്ട് 2 കൈകളും വെളിയിലിട്ട് ഞാൻ ഒന്നുമില്ലാത്തവനായി ലോകത്തിൽ വന്നു, ഒന്നുമില്ലാത്തവനായി ലോകത്തിൽ നിന്ന് പോകുന്നുവെന്ന് ലോകമറിയട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് നമ്മൾ പുസ്തകത്തിൽ നിന്നൊക്കെ വായിച്ചു പഠിക്കുന്നത്, ചരിത്ര പുസ്തകത്തിൽ. ഞാൻ എന്തിനിത് പറഞ്ഞു? ഇതിനേക്കാൾ വലിയൊരാൾ ഇന്ന് ഭൂമി ജീവിച്ചിരിക്കില്ല. ഈ റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെയൊക്കെ ഭാവവും നടത്തും കണ്ടു കഴിഞ്ഞാൽ പുള്ളിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആളാണെന്നാണ് പുള്ളിയുടെ ധാരണ. ട്രംപ് വിചാരിക്കുന്നത് പുള്ളിയാണ് ഏറ്റവും, കാരണം അവർ രണ്ടുപേരും ആണല്ലോ ലോകം അടക്കി ഭരിക്കുന്നത്. ഇതൊക്കെ വെറും ജഡത്തിൻ്റെ ചിന്തകളും ജഡത്തിൻ്റെ വികാരങ്ങളുമാണ്. ദൈവമക്കൾ ഇതിൻ്റെ പിറകെ ഓശാന പാടാനൊന്നും നടക്കരുത്. ദൈവത്തെ ഓർത്ത് സ്തോത്രം. നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്താൽ മതി, കർത്താവിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിച്ചാൽ മതി. ഈ ട്രംപ് വരുന്നു എന്ന് പറഞ്ഞൊരു വലിയ കൂട്ടം വിശ്വാസികൾ ആർത്തുല്ലസിക്കുന്നുണ്ട്. ട്രംപിൻ്റെ ഭാര്യയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഈ ഇടയ്ക്ക് മൊബൈലിൽ വന്ന് നമ്മൾ ശ്രദ്ധിച്ചാലോ എന്ന് വിചാരിക്കുന്നു. 50 ഗ്രാം തുണി കൊടുത്തോണ്ട് ഈ പെണ്ണുപിള്ള നിൽക്കുന്നത്. സ്വന്തം ഇദ്ദേഹം ഒരു ആത്മീകനാണെങ്കിൽ ഇന്ന് വായിക്കാൻ പോകുന്ന റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം ഞാൻ ഒന്നങ്ങ് പറഞ്ഞു പോവുക. ഇവിടെ പഠന റോമാലേഖനം 12-ാം അധ്യായമാണ്. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ഇദ്ദേഹം ഭീകരവാദ എന്ന സംഘടനയ്ക്കെതിരെ യുദ്ധം ചെയ്തതിനെ നശിപ്പിക്കാൻ നോക്കുക. ഇദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരനാണെങ്കിൽ എന്ത് ചെയ്യണം? റോമാലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നാം യുദ്ധം കൊണ്ടല്ല ഇവരെ കീഴ്പ്പെടുത്തുന്നത്, നാം നന്മ കൊണ്ടായിരിക്കും. ഈ നന്മ എന്നുള്ള പദത്തിന് പരിശുദ്ധാത്മാവ് എന്താണ്? തങ്ങളോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. നമ്മൾ ഈ തിന്മയെ ജയിക്കുന്നത് നന്മ കൊണ്ടാണ്, ദൈവകൃപ കൊണ്ടാണ്, ദൈവശക്തി കൊണ്ടാണ്, ദൈവവചനം അനുസരിച്ച.
ഈ തിന്മയുടെ അച്ചുതണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ സാത്താനാണെന്ന് പഠിക്കണം ആദ്യം. ഇന്ന് കാണുന്ന ഭീകരവാദികൾ അവരൊക്കെ നല്ല മനുഷ്യരാണ്, പക്ഷെ അവരിൽ സാത്താന്റെ പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഹൂതികളോടും അല്ല പോരാട്ടം, അവരിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികളോടാണ് നമ്മുടെ പോരാട്ടം. ആ പോരാട്ടത്തിൽ നമ്മൾ പരാജയപ്പെട്ട് തോറ്റ് തൊപ്പിയിട്ട് കിടക്കുക. അവരിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളോട് പോരാടി നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ നല്ല മനുഷ്യരാകും. വാള് തറ വയ്ക്കും, അവര് തോക്ക് അവര് തറയിലിടും. ഹല്ലേലൂയ. ഈ വെളിപ്പാട് പുസ്തകത്തിലൊരു വാക്യം എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. 12-ാം അധ്യായം, വെളിപ്പാട് 12 വേഗത്തിലേക്ക് ഞാൻ ലേഖന ഭാഗത്തേക്ക് വരുന്നുണ്ട്. വെളിപ്പാട് 12-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു മർമ്മപ്രധാനമായ വിഷയം ഞാൻ ഇടയ്ക്കിടയ്ക്കുന്ന ദൈവാത്മാവ് എന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഞാനെടുത്തത് പറയാറുണ്ട്. ഇത് തൽക്കാലം എന്നെ ഓർമ്മപ്പെടുത്തി, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ 3 വാക്യങ്ങൾ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാ സർപ്പമായ പഴയ പാമ്പ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുക, ലോകത്തിലെ മനുഷ്യരെ മുഴുവൻ തെറ്റിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് കേട്ടാൽ നിങ്ങളല്ലേ വഴക്ക് പറയും. പെന്തക്കോസ്തുകാരെ തെറ്റിച്ചുകൊണ്ടിരിക്കുക. നല്ല കഥ. പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞ് ലേബിളിൽ നടക്കുന്നില്ലേ, അവരെല്ലാം തെറ്റിച്ചുകൊണ്ടിരിക്കുക. പെന്തക്കോസ് അനുഭവമുള്ളവരെ തെറ്റിക്കാൻ പറ്റത്തില്ല. പെന്തക്കോസ് കാരമില്ലാത്ത ഉപ്പ് പോലെയുള്ള പെന്തക്കോസുകാരെ. മനസ്സിലായല്ലോ? അടുത്ത നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം പറയുന്ന അപവാദി. കുറ്റമില്ലാത്തവരെ ഓർത്തും കുറ്റമൊന്നും പറയരുത്, കുറ്റം ചെയ്തവരെ പറയാൻ കുഴപ്പമില്ല. ഇന്നൊരു സഹോദരൻ്റെ വാക്കുകളും തൻ്റെ രീതികളൊക്കെ മൊബൈലിൽ കൂടി വൈറലായിക്കൊണ്ടിരിക്കുക. എൻ്റെ സഹശുശ്രൂഷകനായൊരു പാസ്റ്റർ പറഞ്ഞത് പദം ഞാൻ പുള്ളിക്ക് വേണ്ടി പറയാൻ താല്പര്യപ്പെടുക. ഈ പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ രീതികളും ലൂസിഫർ കണ്ടാൽ തലേ കൈവച്ചു പോകും. കാരണം ലൂസിഫറിനെ കടത്ത് വെട്ടുന്നതാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ഒരു സഹശുശ്രൂഷ പറഞ്ഞതാണ്. ലൂസിഫർ തോപ്പിയിട്ട് പോയി പുള്ളിയുടെ മുമ്പിൽ. അതിനേക്കാളും ഭയങ്കര അവകാശവാദമാണ് പുള്ളി നിരത്തുന്നത്. കേരളക്കര മുഴുവൻ ഇങ്ങനെയുള്ളവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെ സമൂഹമേ ഒന്ന് ഓർത്തോ. അതിനു മുമ്പ് ഒരു സഹോദരൻ എനിക്ക് കിട്ടുന്നത് ഭൂലോക തട്ടിപ്പ്, പകൽക്കൊള്ള നടത്തുന്ന ഒരു സഹോദരനെ കുറിച്ച്. മൊബൈലും വളയും മാലയും താലിയും മൂക്കുത്തിയും കാക്കുത്തിയും ഒക്കെ ഊരിയിട്ടോ, ദൈവത്തിന് കൊടുത്തോ എന്ന് പറയുന്ന ഒരു പകൽ വീര തട്ടിപ്പ് വീരൻ. ഇവരെയൊക്കെ ഒഴിഞ്ഞു പോകണമെങ്കിൽ ഒറ്റ വഴി നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ശക്തി ഏത്, പിശാചിൻ്റെ ശക്തി ഏത്, തിരുവെഴുത്തിനെതിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാതെ ഈ കള്ളപ്രവാചകന്മാരുടെയും ദുരുപദേഷ്ടന്മാരുടെയും കയ്യിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം. വേദോസ്തവം വായിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വിശുദ്ധമായി ജീവിക്കുന്ന ദൈവ പൈതലിനെ തെറ്റിച്ച് കളയാൻ ഒരു സാത്താനും കഴിയില്ല. പോരാടും അവരോടാണല്ലോ പോരാടുന്നത്. മറ്റുള്ളവരോട് പോരാടേണ്ട കാര്യമില്ല. അവനവൻ്റെ ഉള്ളിൽ അവരുടെ ചെപ്പടി കിടക്കുകയല്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദൈവാലോചനയായിട്ട് 2024 ഈ അവസാന നിമിഷങ്ങളിൽ, നവംബർ മാസത്തിൻ്റെ ഈ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, തിരുവെഴുത്തുകളെ നന്നായി ഗ്രഹിക്കുക. കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ ഉപദേശങ്ങളെ വായിച്ചു പഠിക്കുക. അവരുടെ വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളെ വായിച്ചു പഠിക്കുക, ഗ്രഹിക്കുക. തിരുവെഴുത്ത് എന്താണെന്ന് പഠിക്കുക. ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും പിശാചിൻ്റെ ശക്തി എന്താണെന്നും തിരിച്ചറിയുക. അല്ലെങ്കിൽ ഈ കള്ളപ്രവാചകന്മാരുടെയും ദുരുപദേശകന്മാരുടെയും കെണിയിൽ നിങ്ങൾ വീണുപോകും. പിന്നെ കിടന്ന് പറഞ്ഞിട്ട് കഥയില്ല. പിന്നെ ലൂക്കോസ് 16 ഒരുത്തം കിടപ്പുണ്ട്, അവരുടെ കൂടെ പോയി കിടക്കും. അതാ എനിക്ക് കിട്ടിയ വെളിപ്പാട്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം.
ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുക. ഇസ്രയേൽ 3-4 ദേശങ്ങളിൽ ശക്തമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ലെബനോൻ, സിറിയ, പിന്നെ പലസ്തീൻ ഹമാസിനോട് ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവരും പേടിച്ചരണ്ടിരിക്കുക. എന്നാൽ ഞാനിത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ വരവായത് പറയാൻ വേണ്ടി ഇത് പറഞ്ഞേ പറ്റൂ. ഏറെ താമസിയാതെ ബായി വിളിക്കുന്ന അമേരിക്കയും എല്ലാ ഇവരോട് കൂറ് കാണിക്കുന്ന ജർമ്മനൊക്കെ ഭയങ്കരമായിട്ട് കൂറ് കാണിക്കുക. ജർമ്മൻ ഇസ്രയേൽ മക്കളെ തല്ലി തകർത്ത് ഹോളോഹോസ്റ്റ് എന്ന് പറഞ്ഞ ആ പീഡ ജർമ്മൻകാരാണ് ഏറ്റവും കൂടുതൽ കൊന്നത്. അവരൊക്കെ ഇപ്പം ബായിയാണ്. എന്നാൽ അവരെല്ലാം ഇസ്രയേലിനെ കൈവിടുന്നൊരു സമയമുണ്ട്. യെഹെസ്കേൽ 38-39 അധ്യായം പഠിക്കുമ്പോൾ, 37-ാം അധ്യായം പഠിക്കുമ്പോൾ ചെതറിക്കിടക്കുന്ന അസ്ഥികളായിട്ട് താഴ്വരയിൽ കിടക്കുന്നതായിട്ട് യെഹെസ്കേൽ പ്രവാചകൻ ദർശിക്കുന്നു. ചെതറിക്കിടക്കുന്ന അസ്ഥി കഷ്ണങ്ങൾ. പ്രവാചകൻ പ്രവചിച്ചപ്പോൾ അസ്ഥിയോട് വന്ന് ചേർന്നു. പിന്നെയും പ്രവചിച്ചപ്പോൾ എന്ത് പറ്റി? ഈ അസ്ഥിയിൽ ത്വക്ക് മാംസം വന്ന് മൂടുവാനില്ല. പിന്നെയും പ്രവാചകനോട് പ്രവചിക്കാൻ പറഞ്ഞപ്പോൾ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ഈ അസ്ഥിയിൽ മാംസം വന്ന് വീണ മാംസത്തിൽ ജീവൻ വരാനില്ല. ലോകമെമ്പാടും ചിതറിക്കിടന്ന യഹൂദൻ മടങ്ങി വന്ന് ശക്തി ആർജിച്ച് ജീവനുള്ള ഒരു വലിയ സൈന്യമായി നിൽക്കുന്നു എന്നതിൻ്റെ ചിത്രമാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. വായിച്ചു പഠിച്ചുകൊള്ളുക. ഇപ്പോൾ അവർ ഫുൾ സിംഗി നിൽക്കുക, അത്തി തളർന്ന് നിൽക്കുക. ഇപ്പൊ അവരെ തൊടാൻ പറ്റത്തില്ല. അവരെ തൊട്ടാൽ വിവരം അറിയും. ആരവർക്കെതിരെ യുദ്ധം ചെയ്താലും തിരിഞ്ഞവരെ അടിക്കും. അതിന് ഒരു മടിയില്ലാത്ത കൂട്ടവരവർ. യഹൂദനെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആ സിസ്റ്റത്തിൽ അവർ കിടക്കുക. ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുക അവരെ. എന്നാൽ അവർ താളടിയാകുന്ന സമയം വരാൻ പോകുന്നു. ഇവരിൽ 2-3 നശിക്കാൻ പോകുന്നു. ഒരു വലിയ ഘോര യുദ്ധത്തിലേക്ക് ഗോഗമാഗോഗിന്റെ നേതൃത്വത്തിൽ വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്നു. ആ യുദ്ധത്തിന് മുൻപ് സഭ എടുക്കപ്പെടുമെന്ന് വേദപണ്ഡിതന്മാർ ഒന്നടങ്കം പറയും. അതൊരു വിവാദ വിഷയമാണ്. ഞാനതിലേക്ക് പോകുന്നില്ല. ബഹുഭൂരിപക്ഷം കർത്താവിൻ്റെ ദാസന്മാരും പ്രസംഗിക്കുന്നത് ആ യുദ്ധത്തിന് മുമ്പ് ദൈവസഭ മാറ്റപ്പെടും. അങ്ങനെയെങ്കിൽ എത്ര നാളുണ്ട് നമുക്ക്? റഷ്യ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. മുമ്പ് റഷ്യ അകത്ത് നിൽക്കുകയായിരുന്നു. ഇപ്പം അടുത്തടുത്ത് വരിക. അവൻ്റെ കയ്യിൽ നിന്ന് വില്ല് തെറിപ്പിച്ച്, ഇടങ്കയിൽ നിന്നും വലങ്കയിൽ നിന്ന് വില്ല് തെറിപ്പിക്കുക. എന്തിനാ? ഇപ്പം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന യുക്രൈനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് ഇവൻ മാറിയിട്ട് ഇസ്രയേൽ പർവ്വത നിരകളിൽ വരുമെന്ന പ്രവചനം എത്ര സത്യസന്ധമായി ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതൊന്നും കാണാനുള്ള കണ്ണില്ലാതെ വല്ലവരുമൊക്കെ പറയണ കേട്ട് അവരുടെയൊക്കെ പിറകെ പോയാൽ നമ്മുടെ നിത്യത നഷ്ടമാകും. അതുകൊണ്ട് പുസ്തകം വായിച്ച് പഠിക്കുക, കുത്തിയിരുന്ന് വായിച്ച് പഠിക്കുക. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഈ ഉപദേശങ്ങൾ പറയുന്നവരുടെ പ്രസംഗങ്ങൾ കേൾക്കുക. ദൈവത്തെ ഓർത്ത് കേട്ട കാര്യങ്ങളെ മനസ്സിലാക്കി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങ് പ്രിയ ദൈവമക്കളെ. എനിക്കതേ നിങ്ങളോട് പറയാനുള്ളൂ. അടിമുടി സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പടലയായിട്ട് അവൻ അറുത്തു മാറ്റി നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ നമ്മളായി പോകരുത്. ഒരു മുന്നറിയിപ്പാണ്. മുന്നറിയിപ്പുകളെ അവഗണിച്ച ടൈറ്റാനിക്കിൻ്റെ പതനം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇന്നും വീണ്ടെടുക്കാൻ കഴിയാതെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുകയാണ്. അതെന്നോട് നിന്നോട് പറയുന്നൊരു സന്ദേശമുണ്ട്. കർത്താവ് തന്നെ വിശുദ്ധ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും പറയുന്ന വചനങ്ങളെ അവഗണിച്ചാൽ ഒരു ടൈറ്റാനിക്കിൻ്റെ അധപ്പതനം നിന്റെ ജീവിതത്തിലും വരുമെന്നാണ് ആ മുന്നറിയിപ്പ് തരുന്നത്. ഇനി ഞാൻ വചനത്തിലേക്ക് വരിക. റോമാലേഖനം 12-ാം അധ്യായം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായ യാഗമായി സമർപ്പിക്കും. ഒരു പുതിയ ദൈവവിശ്വാസിയുടെ യാഗത്തെയാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ദൈവത്തിന്റെ മനസ്സലിവ്. ദൈവത്തിന്റെ മനസ്സലിവ് എന്താ? പുരുഷാരം 3 നാളായി എന്നോട് പാർക്കുന്നു, ഭക്ഷിപ്പാൻ അവർക്ക് ആഹാരമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ, ഇങ്ങനെ വിട്ടാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും. ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെയിലൊന്നുമില്ല. ഇത് ശിഷ്യന്മാരുടെ ഒന്നുമില്ല.
ഉള്ളത് മുഴുവൻ ദുരുപദേശമാണ്. ഇതൊന്നും കൊണ്ട് ജനത്തിന് ഒരു തൃപ്തിയും വരില്ല. നല്ല മായമില്ലാത്ത മാനായ പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം, പത്യോപദേശം കൊടുക്കാതെ ആത്മീകരായ ദൈവമക്കൾക്ക് ഒരു തൃപ്തിയും വരില്ല. അല്ലാതെ ഉള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്. ഇന്നിപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞതുപോലെ, ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ഞാൻ പറഞ്ഞാൽ രോഗം മാറും, ക്യാൻസർ മാറും, വിസ കിട്ടും, വണ്ടി കിട്ടും, കിഡ്നി കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും. അവസാനം എനിക്കൊന്ന് പറയാനുണ്ട്, നരകവും കിട്ടും. അത് ഓർത്തോ, മനസ്സിലായിക്കോ. എന്നാൽ പൗലോസ് പഠിപ്പിക്കുന്ന ആ പഠിപ്പിക്കലേ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കും. ദൈവത്തിൻ്റെ മനസ്സലിവ്. കർത്താവിന് ജനത്തോട് മനസ്സലിഞ്ഞു. തൻ്റെ ഗജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ദൈവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവരെ നൽകുവാൻ തക്കൂടെ ലോകത്തെ സ്നേഹിച്ചു. അതൊരു മനസ്സലിവാണ്. ലോകത്തോടുള്ള ദൈവത്തിൻ്റെ മനസ്സലിവാണ് പുത്രന് നൽകിയത്. ആ പുത്രൻ തരുന്ന ഉപദേശം തട്ടിക്കളയല്ലേ ദൈവത്തെ ഓർത്ത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാനെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുന്നത് കർത്താവ് പറഞ്ഞ ഗ്രേറ്റ് കമ്മീഷൻ ഇന്ന് തട്ടിക്കളഞ്ഞിരിക്കുകയാണ് പല പ്രിയപ്പെട്ടവരും. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഉപദേശം പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നേ. ഡെഡ് ലൈനിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നൊരു മുന്നറിയിപ്പ് ഞാൻ തരാൻ പോവാ ഇത് വൽക്കാലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ നശ്വരമായ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട് നിത്യമായ ഒരു രക്ഷയിലേക്കും നിത്യമായ ഒരു സന്തോഷത്തിലേക്കും പ്രവേശിക്കണം. അതാണ് നമുക്ക് ആവശ്യം. ഇവിടെ മുഴ മാറുന്നതും രോഗം മാറുന്നതും കഷ്ടത മാറുന്നതും ജോബ് പറഞ്ഞൊരു ഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. ഞാനിങ്ങനെ നശിച്ചു പോയാലും, എൻ്റെ ശരീരം ഇല്ലായ്മയായി പോയാലും എന്താ എൻ്റെ പ്രത്യാശ? ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. അതാ നമ്മുടെ പ്രത്യാശ. നീ രോഗത്തോടുകൂടെ ഇരുന്ന് പ്രമാണമനുസരിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് മരിച്ചു പോയാൽ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. നിത്യതയിൽ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നീ ഉയർത്തെഴുന്നേറ്റ് വരും. നീ രോഗം മാറി, കഷ്ടത മാറി, പീഡ മാറി, ശാപം മാറി, എല്ലാം മാറി, നീ ആരോഗ്യവാനായി ഇഷ്ടംപോലെ തിന്നാനും കുടിക്കാനും ഉടുക്കാനും പോകാനും ഒക്കെ നല്ല വണ്ടിയും താമസിക്കാനും 11 കോടി 12 കോടിയുടെ വീടും ഒക്കെ ഉണ്ടാക്കി നീ മുന്നോട്ട് പോയാൽ കർത്താവിൻ്റെ വരവിൽ നീ കൈവിടപ്പെട്ടു പോകും. കോടാനുകോടി വർഷം യാതനാസ്ഥലത്ത് കിടന്ന് ലൂക്കോസ് 16 ധനവാൻ കിടന്നതുപോലെ നമ്മൾ കിടന്ന് അനുഭവിക്കേണ്ടി വരും. ഇതിലേത് വേണം നമുക്ക്? ഒരായുസ് മുഴുവൻ കഷ്ടം അനുഭവിച്ച് നിത്യ സന്തോഷത്തിൽ അബ്രഹാമിൻ്റെ മടിയെന്നുള്ള പരദീസയിൽ പോയി സന്തോഷിക്കുന്ന ലാസറിനെ പോലെ ആകണോ? ഒരായുസ് മുഴുവൻ സുഖിച്ച് പൊളച്ച് ജീവിച്ച് കോടാനുകോടി വർഷം യാതന അനുഭവിക്കുന്ന ധനവാനെ പോലെ ആകണോ? ചോയ്സാ. തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കും എനിക്കും ഉള്ളതാ. ഇത് 95% പെന്തക്കോസ്ത് സമൂഹവും, ഞാൻ പെന്തക്കോസ്ത് പറയാം, മറ്റുള്ള പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെല്ലാം നശിച്ചു കിടക്കുന്നവരല്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ ആരെയാ തിരഞ്ഞെടുക്കുന്നത് ഞാൻ ചോദിക്കുക. എനിക്ക് വലിയ ദുഃഖമുണ്ട്, ഹൃദയത്തിൽ നോവുണ്ട്. കാരണം ഒരു നിത്യമായ സന്തോഷത്തിലേക്ക് വിളിക്കപ്പെട്ടവര് ഈ ലോകത്തിൻ്റെ സന്തോഷത്തിൻ്റെ പുറകെ കിടന്ന് ഓടുക. ഈ ഓട്ടം ഗേഹസിയുടെ ഓട്ടമാണെന്ന് സൂക്ഷിച്ചോളൂ. ഗേഹസി രഥത്തിൻ്റെ പുറകെ ഓടി നയമാൻ കൊണ്ടുവന്ന ആ പൊന്നും വെള്ളിയും വാങ്ങി വീട്ടിൽ കൊണ്ട് വന്നപ്പോൾ പ്രവാചകൻ ചോദിക്കുക, ഗേഹസിയേ നീ എവിടെ പോയി? ഞാനൊക്കെ പോയില്ല. നോ, നീ നയമാന്റെ രഥത്തിൻ്റെ പുറകെ ഓടുമ്പോൾ നിന്നെ എന്നെ കണ്ടു. ഞാൻ നിന്നെ കണ്ടു. ഒരാത്മാവിൽ പറയാതെ. എന്നിട്ടൊരു ചോദ്യമുണ്ട്, വെള്ളിയും പൊല്ലും തോട്ടങ്ങളും സമ്പാദിപ്പാനുള്ള സമയം ഇതാകുന്നുവോ പെന്തക്കോസ്തുകാരെ? ലോകത്തിൻ്റെ പുറകെ ഓടാനുള്ള സമയം ഇതാകുന്നുവോ? ഇതാ ഇസ്രായേൽ പർവ്വത നിരകളിൽ ഗോഗ് മാഗോഗിൻ്റെ നേതൃത്വത്തിൽ അവർ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഒരു വലിയ യുദ്ധത്തിന് വേണ്ടി. ഈ ഗേഹസിയെ പോലെ നയമാന്റെ പുറകെ ഭൗതികത്തിന് വേണ്ടി ഓടിയാൽ ഇസ്രായേൽ പർവ്വത നിരകളിൽ വന്ന ഗോഗ് മാഗോഗിന് ദൈവം കൊടുത്തത് എന്താണെന്ന് അറിയുമോ? ഒരു ശ്മശാന ഭൂമി. ആ ശ്മശാന ഭൂമിയിൽ അവരെ അടക്കം ചെയ്തു. അടക്കം ചെയ്യാനൊന്നും ഉണ്ടായില്ല.
കാരണം മൃഗങ്ങളും പക്ഷികളും തിന്നു തീർത്തെന്നാണ് പുസ്തകം പഠിപ്പിക്കുന്നത്. അടക്കം ചെയ്യുമ്പോൾ അസ്ഥികൾ അടക്കം ചെയ്യാൻ അവിടെ അസ്ഥി കറക്റ്റ്, അസ്ഥികളെ കൊണ്ടൊന്നും അവിടെ അടക്കം ചെയ്തു. മാംസമൊക്കെ കന്നുകാലികളും പക്ഷികളൊക്കെ കഴുകരൊക്കെ കൊത്തി വലിച്ച് തിന്നു. ഇതൊക്കെ നമുക്കൊരു മുന്നറിയിപ്പ്. ഇതിലൂടെയൊക്കെ നിന്ന് പറയാൻ തുടങ്ങിയാൽ പിന്നെ വിഷയങ്ങൾ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ്. ദൈവമക്കളത് എടുത്ത് ഈ വിഷയങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സ്തോത്രം കർത്താവിൻ്റെ വരവിലൂടെ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. ബുദ്ധിയുള്ള ആരാധന. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. ഇത് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. നിൽക്കട്ടെ വാക്യം പറഞ്ഞുതരാം. 23, 24 മതി, എല്ലാം വായിക്കാനുള്ള സമയമില്ല. ബുദ്ധിയുള്ള ആരാധനയായി. ഒത്തിരി കാര്യങ്ങളിൻ്റെ ഇടയിൽ പറയാനുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ വിടുക. നമ്മുടെ ആരാധന ബുദ്ധിയുള്ളതായിരിക്കണം. ദൈവവചനം വ്യവസ്ഥപ്രകാരമുള്ളതായിരിക്കണം. ദൈവവചനം അനുശാസിക്കുന്നതായിരിക്കണം. ദൈവ കൽപ്പന പ്രകാരമായിരിക്കണം. അല്ലെങ്കിൽ അത് ബുദ്ധിയുള്ള ആരാധനയാകത്തില്ല, ബുദ്ധികെട്ട ആരാധനയാകും. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്ത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. കർത്താവിൻ്റെ വചനം അനുസരിക്കുമ്പോഴാണ് നമ്മൾ ബുദ്ധിയുള്ളവരാകുന്നത്. ഒരു ലോകത്തിലെ ജ്ഞാനം മുഴുവൻ തലയെ കയറ്റി വെച്ച ബുദ്ധിയുള്ളവർ അറുമോഷനായിരിക്കും. ലോകത്തിലെ ജ്ഞാനം ദൈവം മോക്ഷത്തമാക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു ബുദ്ധിയുള്ള ആരാധന എന്തെന്ന് ചോദിച്ചാൽ, ആരാധനയെക്കുറിച്ച് കർത്താവാണ് ആധികാരികമായി പുതിയ നിയമത്തിൽ പഠിപ്പിച്ചത്. അതിനുശേഷം പൗലോസാണ് പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ ആരാധന ഞാനങ്ങ് വിടുക, അതുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല. അവൻ്റെ ഇവിടെ കർത്താവ് പറഞ്ഞു, ശബരി സ്ത്രീയോട് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരെ ആരാധിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാർ കിണറ് അവിടുന്ന് വെള്ളം കോരി കുടിച്ചു. അത് ഇതാക്കും ഒത്തിരി മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് പലരും പാരമ്പര്യം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കുക, സക്കായി ഇരിക്കുന്ന പോലെ ഇരിക്കുക. താഴോട്ട് ഇറങ്ങി കർത്താവിൻ്റെ അടുക്കലേക്ക് വാ. കർത്താവ് പറഞ്ഞു തരും കാര്യങ്ങൾ. ഈ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, സത്യനമസ്കാരികൾ ആ വലയിലും അല്ല ഈ വലയിലോ സത്യനമസ്കാരം പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നുള്ളവർ അഭിതാപിച്ചിരിക്കുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവരുള്ളവരായിരിക്കണമെന്ന് പിതാവിച്ചിരിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആത്മാവിലും സത്യത്തിലും കർത്താവിനെ നമസ്കരിക്കണം. പിതാവാം ദൈവത്തെ നമസ്കരിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. യേശു പഠിപ്പിച്ചതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോസ്തലന്മാരും പഠിപ്പിച്ചത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കാരണം യേശു പുതിയ നിയമസഭയെ പഠിപ്പിച്ചത് യേശു അപ്പോസ്തലന്മാരുമാണ്. അത് അപ്പോസ്തലന്മാരാണ് ശരിക്കും സഭയെ പഠിപ്പിക്കുന്നത്. കർത്താവ് സഭയെ പഠിപ്പിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാതെ കൂടെ ഉപദേശിച്ചുകൊണ്ട് സകലജാതി ശിഷ്യരാക്കാനായിട്ട് കർത്താവ് അവരെ ഫലമേൽപ്പിച്ചിട്ട് പോയി. അവരത് ചെയ്തു. ഇന്നത്തെ അപ്പോസ്തലന്മാര് എന്തൊക്കെ ചെയ്യാതെ അവരോട് തന്നെ ചോദിക്കണം. എന്താ അവർ ചെയ്തുകൊണ്ടിരിക്കണം, എന്താ അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് വിചിത്രമായി തോന്നാറുണ്ട് പലപ്പോഴും. പലരുടെ പ്രസംഗം കേട്ട് സങ്കടപ്പെട്ട് കരയേണ്ട ഗതികെട്ട അവസ്ഥയിലായി വന്നിരിക്കുക. ഹല്ലേലൂയ. എനിക്ക് ഈ ബൈബിളിൽ നിന്ന് ഭൗതികം പ്രസംഗിച്ച് നിങ്ങളെ ഭൗതികമായി ഉയർത്തിയെടുക്കാനായിട്ട് കഴിയും. എന്നാൽ വേദപുസ്തകം പറയുന്നത്, കർത്താവും ശിഷ്യന്മാരും പറയുന്നത് ഭൗതികത്തെ പ്രസംഗിക്കാനല്ല. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള വഴികളാണ് നമ്മൾ പഠിക്കേണ്ടത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് സഭയെ കർത്താവ് അനുഗ്രഹിച്ചു. അനുഗ്രഹം നിറവോടെ നിൽപ്പുണ്ട്. അത് പ്രാപിക്കാൻ കഴിയാതെ നമ്മൾ ആത്മീയമായി ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുക. അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഈ ആത്മീയ അനുഗ്രഹങ്ങളെ പ്രാപിച്ച്
ദൈവസഭയ്ക്കും ദൈവജനത്തിനും ദൈവരാജ്യത്തിനും കെട്ടുപിടിക്കും കൊള്ളാകുന്നവരായി തീരണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആരാധന എന്നുള്ള വിഷയം പഠിക്കുമ്പോൾ ദൈവം ആത്മാവാകുന്നു. ഗോഡ് സ്പിരിറ്റ്. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പത്രോസ് ശീലാസും ആത്മാവിലാണ് ആരാധിച്ചത്. ബന്ധനത്തിൽ കടന്നപ്പോൾ പൗലോസ് പറയുന്നു, റോമർ 1:10, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്ത നാം തന്നെ. അപ്പൊ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിലാണ് ആരാധിക്കേണ്ടത്. അന്യഭാഷയിലാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ആത്മാവിൽ പാടും, ആത്മാവിൽ പ്രാർത്ഥിക്കും, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ ആരാധിക്കണം. ഇത് മുഴുവൻ നമ്മൾ കോട്ടിക്കളഞ്ഞ് എല്ലാം ജഡത്തിലാക്കി വെച്ചിരിക്കുക. കുറെ പാട്ട് പാടി ആരാധിക്കുക. ഏത് പുസ്തകത്തിലെ പാട്ട് പാടി ആരാധിക്കുക? ഒരു പുസ്തകത്തിലും ഇല്ല. അങ്ങനെ ഒരു ഉപദേശ പുസ്തകത്തിലില്ല. ഇസ്രായേൽ മക്കൾ പാട്ട് പാടി ആരാധിച്ചു. എങ്ങനെയാ? യഹോവ നല്ലവനല്ലോ അവൻ്റെ എന്നേക്കുമുള്ളത്, യഹോവ നല്ലവനല്ലോ അവൻ്റെ എന്നേക്കുമുള്ളത്, യഹോവ നല്ലവനല്ലോ അവൻ്റെ പാടിക്കൊണ്ടിരുന്നവർ. അവർക്ക് ആത്മാവിലുള്ള ആരാധന അവർക്കില്ല. പ്രിയമുള്ളവരെ, ആത്മനിറവൻ ജീവിതം പഴയ ദൈവത്തിലെ വിശ്വാസികൾക്കില്ല. ഒരു വലിയ പ്രവൃത്തിക്ക് വേണ്ടി ആത്മാവ് വന്നു പോയിക്കൊണ്ടിരുന്നു. അത് വയോവൃദ്ധനായ ഒരു ദൈവദാസൻ അതിനെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവിനെ അവരുടെ മേൽ അയച്ചത് കൊല്ലാനാ. ആരെ കൊല്ലാൻ? ഇസ്രായേൽ മക്കൾക്കെതിരെ നിൽക്കുന്ന ശത്രുനിരയെ കുന്ന് രണ്ടത് കൂട്ടിക്കൊണ്ടിരുന്നു. അതാണ് സങ്കീർത്തന പുസ്തകത്തിൽ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. നമ്മളോ ലക്ഷങ്ങൾ കൊന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസം. എല്ലാ പാസ്റ്റർമാരും കൂടി ചേർന്ന് വിശ്വാസികളെ കൊന്നുകൊണ്ടിരിക്കുക. എന്താ ഈ പാസ്റ്റർ പറയുന്നത്? ശരിയാന്ന് ഞാൻ പറയുന്നത്. ദൈവവചനം പ്രസംഗിച്ച് കേൾപ്പിക്കാതെ, നിത്യജീവന്റെ മൊഴികൾ അവരെ പ്രസംഗിച്ച് കേൾപ്പിച്ച് നിത്യജീവനിലേക്ക് നടത്താതെ, ന്യായപ്രമാണത്തിന്റെ കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, യുദ്ധങ്ങൾ ഒക്കെ എടുത്ത് പ്രസംഗിച്ച് ജനത്തെ കൊന്നു പിടിച്ചോണ്ടിരിക്കുക. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ഇന്നത്തെ പ്രിയപ്പെട്ടവർ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുക. ആയുസ് തീരുന്ന വരുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്ന് നരകത്തിലേക്ക് തള്ളിയിട്ടേ അവർ പോവുള്ളൂ എന്നെനിക്ക് തോന്നിപ്പോവുക ചില സമയത്ത് പറയാൻ. ഞാൻ പറയുന്നതിൻ്റെ ആന്തരികമായ സത്യം ദയവായി ദൈവമക്കൾ മനസ്സിലാക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ഒരു ശുശ്രൂഷകൻ, ഞാൻ ഇവിടെ പറയാറുണ്ട്, ഈ എയർപിൻ ടേലിൽ കൂടെയൊക്കെ കുമിളിയിലും അവിടെ ഇവിടെയൊക്കെ മൂന്നാറിലൊക്കെ പോകുമ്പോൾ വളവുകളുണ്ട്. അവിടെ ഈ വളവ് കൂടി ബസ് പോകുമ്പോൾ ഭീതിയാണ് ഉള്ളിൽ. പലരും പറഞ്ഞു കേട്ടത്. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ പോയിട്ട് എൻ്റെ ഓർമ്മയുണ്ട്. എനിക്ക് പോകാൻ തന്നെ ഇപ്പോഴും പേടിയാന്ന് എനിക്ക് തോന്നിപ്പോവുക. ഇപ്പം പിന്നെ ഞാൻ പേടിയില്ലാത്തതുകൊണ്ട് ഇതിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു. 50-60 പേരെ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ ബസ് വെച്ചുകൊണ്ട് പോകുമ്പോൾ ആ 60 പേരുടെ ജീവൻ ആരുടെ കയ്യിലാണ്? ആ ഡ്രൈവറുടെ കയ്യിലായിരിക്കും. ഡ്രൈവർ ഉറങ്ങിപ്പോയാൽ, ഡ്രൈവർ അനാസ്ഥ കാണിച്ചാൽ, ഡ്രൈവർ ആവശ്യമില്ലാത്ത ഓവർ സ്പീഡ് എടുത്താൽ, ഇന്ന് ഇവിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പോലെ ഒരു ഡ്രൈവർ സഹോദരൻ പാസ്റ്റർ സഹോദരൻ കാണിക്കുന്ന പോലുള്ള വൃത്തികേടുകൾ കാണിച്ചാൽ കൂടെ പോകുന്ന ജനം എങ്ങോട്ട് പോകും? ശൗലും ദാവീദും കൊന്നതുപോലെ അവരും ആയിത്തീരുമെന്ന് എൻ്റെ പേടി. നിങ്ങളിത് പരിചാരത്തിലെടുക്കണമേ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പില്ല. വിവേകത്തോടെ പരിചാരത്തോടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ തോന്നും. ഹല്ലേലൂയ. ആത്മീയമായി വിവേചിച്ചു വേണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഒരു സഭയിലെ പാസ്റ്റർ, ഒരു ശുശ്രൂഷകൻ, അവരെ നിത്യതയിൽ എത്തിക്കാനാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാ പൗലോസ് പറഞ്ഞത്. ഏത് വർഷത്തിൽ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിന്, ഏത് വർഷത്തെ പ്രബോധിപ്പിക്കുക, ഏത് വർഷത്തെ സകല ജ്ഞാനത്തോടുകൂടി ഉപദേശിക്കുകയും ചെയ്തു. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവരെ വ്യാപാര ശക്തിക്കൊത്തോടെ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു.
ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ബുദ്ധിയുള്ള ആരാധന. ഏതാ ബുദ്ധിയുള്ള ആരാധന? കർത്താവ് അപ്പോസ്തലന്മാരെ പഠിപ്പിച്ച ആരാധന രീതിയിലേക്ക് അവരെ നടത്തണം. ഇതിപ്പോൾ അതാണ് നടക്കുന്ന, പാട്ട് പാടി ആരാധിക്കുക. മിക്ക സ്ഥലങ്ങളിലും പറയുന്നതാണ്. ഞാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ പലരും പറയാറുണ്ട്. ഞാൻ പിന്നെ അറുത്തു മുറിച്ച് അങ്ങനെ പറയത്തില്ല, കുറച്ചുകൂടി കഴിയിട്ട് നോക്കിയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് പറയും, ആരാധന പാട്ടല്ല, ആരാധന നമ്മുടെ ഈ സർക്കസ് ഒന്നുമല്ല, ആരാധന ആത്മാവിലാണ്, ആത്മാവിലാണ്, ആത്മാവിലാണ്. അത് കർത്താവ് പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. വ്യക്തമായി കൃത്യമായ രേഖകളുണ്ട് പുസ്തകത്തിൽ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കെ ഈ പാട്ട് പാടി ആരാധിക്കാനും ഊതിയിട്ട് ഉദ്ദിയിട്ട് കുരപ്പിച്ച് ചിരിപ്പിച്ച് ഛർദിപ്പിച്ച്, ഇന്നാൾ ഒരു കൊച്ചു കുഞ്ഞിനെ, ആ കുഞ്ഞു കിടന്ന കാർന്ന കണ്ടിട്ട് ഒരു ചൂരവടിയായിട്ട് പോയി 2 അടി കൊടുക്കാൻ തോന്നിപ്പോയി. ഒരു തള്ള കിടന്ന് കോഴിയെ പിടിക്കുന്ന പോലെ നിലത്ത് കിടന്ന് ഇങ്ങനെ ചെക്കുന്ന കാണാൻ കഴിഞ്ഞു. എന്നിട്ട് പുള്ളി പറയാം, റിയൽ വേർഷിപ്പ് എന്നോ എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. റിയൽ ക്രിസ്ത്യാനിറ്റി, റിയൽ വേർഷിപ്പ് എന്നൊക്കെയായിട്ട് പദങ്ങൾ ആ ദുരുപദേശി പറഞ്ഞതായിട്ട് ഞാൻ ഓർത്തു പോവുക. അതിൻ്റെ പിന്നാലെ ഓശാന പാടാൻ കുറേ ആൾക്കാർ. ആരാധന എന്താണെന്ന് പഠിക്കേ. കർത്താവ് പഠിപ്പിച്ച ആരാധന എന്താണെന്ന് പഠിക്കേ. അപ്പോസ്തലന്മാർ എന്താണ് പഠിപ്പിച്ച ആരാധന എന്താണെന്ന് പഠിക്കേ. അത് പഠിപ്പിക്കേ. ജനമാത്മാവിൽ ആരാധിക്കട്ടെ. നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തര് സങ്കീർത്തനമുണ്ട്, പ്രബോധനമുണ്ട്, അന്യഭാഷയുണ്ട്, ഉപദേശമുണ്ട്. ഇതൊക്കെ സഭയിലുണ്ടോ? ഇന്ന് സഭയിൽ കൂടി വരുമ്പോൾ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, പ്രസംഗമുണ്ട്, ഉപദേശമുണ്ടെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഉപദേശം പ്രസംഗിക്കാനാ. നീ ഇതിനെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശം സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ ഇതിൻ്റെ പ്രസംഗം കേൾക്കുന്നവരെയും